രാവിലെ ഉണർന്ന് മുറ്റത്തോട്ട് നോക്കി ഉടനെ ഒരു ചെറി. പിന്നെ ഒന്നും നോക്കിയില്ല. ചെറിക്കകത്ത് എവിടെയൊക്കെ പഴുത്ത പഴങ്ങളുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് കുറേ ചെറി അങ്ങ് പറിച്ചതിനകത്ത് നിന്ന് കണ്ണ് നോക്കി നോക്കിയ ഉടനെ ചെറിയാ കണ്ടതെന്ന്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ തപ്പി പിടിച്ചപ്പോഴേക്ക് കുറേ ചെറി പഴുത്തതായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് മൊത്തം തുരന്ന് ചിലവന്മാർ പാത്തിരിക്കും. അവന്മാരെല്ലാം തുരന്ന് കണ്ടുപിടിച്ച് കയ്യിൽ നോക്കിയപ്പോഴത്തേക്കിനും ഒരു കൈ നിറച്ചുള്ള സാധനം. എന്നാൽ പിന്നെ മറ്റുള്ളതും കൂടെ നോക്കിയേക്കാം എന്ന് വിചാരിച്ച് അടുത്ത ബുഷ് ഓറഞ്ചിൻ്റെ അടുത്ത്. ബുഷ് ഓറഞ്ച് ചൈനീസിലെ ഒരു ചെറിയ ഓറഞ്ചായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് വെള്ളം അനത്താനും അല്ലെങ്കിൽ പിന്നെ അച്ചാറിടാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതും പഴുത്ത് നിൽക്കുന്നു. കണ്ടാലൊരു ഓറഞ്ച് പോലെ ഇരിക്കും, പക്ഷേ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റോടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ്. എന്നാൽ പിന്നെ ബാക്കിയുള്ളവന്മാരെയും കൂടെ നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ബുഷ് ഓറഞ്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് പറിച്ച് അങ്ങോട്ടേക്ക് യാത്രയായി. ഇനി നേരെ പോകുന്നത് നമ്മുടെ സപ്പോട്ടയുടെ അടുത്താണ്. രണ്ടവന്മാർ കുറച്ച് നാളുകളായിട്ട് നമ്മളെ പറ്റിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോഴത്തേക്കിനും കാക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നിട്ട് ഇതിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ വട്ടം നോക്കിയപ്പോൾ രണ്ടവന്മാർ നിൽപ്പുണ്ട്. ഇപ്പോഴത്തേക്കിനും നമ്മളെ പൂച്ചിങ്ങാവ് അവിടെ നിന്ന് ഓടി വന്നു നമ്മളെ കണ്ടപ്പോഴത്തേക്കിന്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് 2 ചാമ്പ നോക്കുണ്ടായിരുന്നു. ചാമ്പയ്ക്ക് അതിലും 2 ചാമ്പയ്ക്ക പഴുത്ത് നിൽക്കുന്നുണ്ട്. മേളിൽ ഇടയ്ക്കായിട്ടും 2 പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ ഉടനെയാണ് പേരയ്ക്ക് അതിന് മുട്ടയൊക്കെ ഇട്ട് കായൊക്കെ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ആൾ നല്ല തണുപ്പിനകത്ത് നിൽക്കുകയാണല്ലേ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കിയപ്പോഴത്തേക്കിനും നല്ല ചീമനെല്ലി നിൽപ്പുണ്ട്. ചീമനെല്ലിയോട് ചേർന്ന് നല്ല ഓമ പാകത്തിനായി വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് 2 വാഴകൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 തെങ്ങ്, പിന്നെ ഏറ്റവും പുറകിലായിട്ട് കവുങ്ങിൻ്റെ ഇടയ്ക്ക് കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ. അവന്മാരെ നമ്മൾ കുറേ നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടികൂടും അവന്മാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.